വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റിൽ കഴിഞ്ഞ തവണ 7483 IC ഉപയോഗിച്ചിട്ടുള്ള ആഡർ സർക്യൂട്ടിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്തവണ സെയിം IC ഉപയോഗിച്ച് ആഡർ സബ്ട്രാക്ടർ ഫങ്ഷൻസ് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ സർക്യൂട്ടിലേത് മാതിരി തന്നെ ഇൻപുട്ടുകൾ A1 to A4ലേക്ക് ഡാറ്റ പഴയതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്. ബി ഇൻപുട്ടിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യുന്നത് ഓരോ XOR ഗേറ്റ് ടെർമിനൽസ് വഴിയാണ്. XOR ഗേറ്റുകളുടെ അടുത്ത ടെർമിനൽ ഷോർട്ട് ചെയ്തിട്ട് C0 ആയിട്ടുള്ള മോഡ് സെലക്ടർ സ്വിച്ചിനോടൊപ്പം ഒരു മോഡ് സെലക്ഷന് വേണ്ടി ലോജിക് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ അഡീഷൻ ആഡർ സർക്യൂട്ടിന് വേണ്ടിയിട്ട് 0 പൊസിഷനിലായിരിക്കണം മോഡ് സെലക്ട് ചെയ്യേണ്ടത്. സബ്ട്രാക്ടറിന് വേണ്ടിയിട്ട് 1 പൊസിഷനിലായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ 0 അഡീഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻപുട്ടിലും XORന് 0 ആയതുകൊണ്ട് അടുത്ത ഇൻപുട്ടിൽ ഏത് ഡാറ്റയാണോ എത്തുന്നത് അത് ആ തരത്തിൽ തന്നെ അടുത്ത ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് 0 എത്തിയാൽ 0 ആയിട്ടും 1 എത്തിയാൽ 1 ആയിട്ടും. കാരണം XOR ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട്, അതായത് അവിടെ ഇതിൽ വരുന്നതിൽ ഓഡ് വൺസ് വന്നു കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ 1 വന്നാൽ 1 വരും. 0 ആണ് ഇൻപുട്ട് എങ്കിൽ ഓഡ് വൺസ് ഇല്ലാത്തതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ കൊടുക്കുന്ന ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആഡറിനെ സംബന്ധിച്ചിടത്തോളം A സെറ്റിന്റെയും B സെറ്റിന്റെയും കണ്ടീഷൻസ് നേരിട്ട് തന്നെ ഇൻപുട്ട് ടെർമിനൽസിലേക്ക് വരും. അത് ആഡ് ചെയ്ത് സം ഔട്ട്പുട്ടും ക്യാരി ഔട്ട്പുട്ടും ഉണ്ടാവും. മോഡ് നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 വരുന്നത് കൊണ്ട് ഇവിടെ എന്താണോ ഡാറ്റ കൊടുക്കുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ഓരോ പിന്നുകളിലും അവൈലബിൾ ആവുന്നത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ട എലിമെന്റ് കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും ബി ടെർമിനലിലേക്ക് വരാം. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഇൻപുട്ടിൽ വരുന്നത് ഔട്ട്പുട്ട് ഈ എസ് ഔട്ട്പുട്ടുകളിൽ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ക്യാരിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആവണം ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ബൈനറി ആഡർ സബ്ട്രാക്ടറിന്റെ സർക്യൂട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 7483 എന്ന പാരലൽ ബൈനറി ആഡർ സർക്യൂട്ടും കൂടാതെ ഒരു XOR ഗേറ്റ് ആയിട്ടുള്ള 7486 IC കൂടിയാണ് ഇതിന്റെ സർക്യൂട്ടിന് വേണ്ടി കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് 4 സ്വിച്ചുകൾ A പാർട്ടായിട്ടും ലാസ്റ്റ് 4 സ്വിച്ചുകൾ B പാർട്ടായിട്ടും വരുന്നുണ്ട്. ഫസ്റ്റ് 4 കഴിഞ്ഞ് 5ാമത്തെ പോയിന്റിൽ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ആഡർ ഫംഗ്ഷൻ ഇത് ഉപയോഗിക്കുമ്പോൾ 0 പൊസിഷനിൽ സ്വിച്ച് സെറ്റ് ചെയ്യുകയും സബ്ട്രാക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ പൊസിഷനിൽ, അതായത് 1 പൊസിഷനിൽ സ്വിച്ച് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിന്റെ ഔട്ട്പുട്ടുകൾ ക്യാരിയും സമ്മും ഔട്ട്പുട്ടിൽ ലാസ്റ്റ് 5 കണക്ഷനിൽ എടുത്തിട്ട് 5 LED കൊടുത്തിട്ടുണ്ട്. ഇതിന് ട്രൂത്ത് ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ. ഇതിൽ ആഡർ കഴിഞ്ഞ സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു സംവിധാനമാണ്. A ഇൻപുട്ട് പ്ലസ് B ഇൻപുട്ട് ഈക്വൽ ടു സം ഔട്ട്പുട്ട് വിത്ത് ക്യാരി. ഇങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിനറിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സബ്ട്രാക്ടർ കണ്ടീഷനിൽ ഇവിടെ നമ്മുടെ A ഇൻപുട്ട് മൈനസ് B ഇൻപുട്ടാണ്. അപ്പോൾ ഡിഫറൻസ് ഔട്ട്പുട്ടാണ് അതിൽ വരുന്നത്. ക്യാരിയുടെ ഒരു പൊസിഷൻ ഇവിടെ ഉണ്ടാവും. ആ ക്യാരിയുടെ പൊസിഷൻ നമ്മൾ സാധാരണ നിലക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഔട്ട്പുട്ടിലും അതേ കണ്ടീഷനിൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ക്യാരി വരുന്ന സമയത്ത് ക്യാരിയെ നെഗ്ലക്റ്റ് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനാണ് എടുക്കുന്നത്. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, ഡിഫറൻസ് ഔട്ട്പുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടാണ് റിസൾട്ട് പരിഗണിക്കുന്നത്. എല്ലാ വെരിഫിക്കേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം. ഇപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് 2 പാർട്ടിലും 0000 കണ്ടീഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. മോഡ് സ്വിച്ച് 0 ആണ്. അപ്പോൾ ആഡർ ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. എല്ലാം 0000 പ്ലസ് 0000 എന്ന ഫസ്റ്റ് കണ്ടീഷനാണ്. ഔട്ട്പുട്ട് നമ്മൾ കഴിഞ്ഞ സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഔട്ട്പുട്ടുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല, ക്യാരിയും വർക്ക് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഈ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഇതൊന്ന്
പരീക്ഷിക്കാം. ഇവിടെ സ്വിച്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് 2 പാർട്ടിൽ. ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് കണ്ടീഷൻ. 1100 പ്ലസ് 0101 എന്ന കണ്ടീഷനാണ് 2 പാർട്ടിൽ വെച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വരേണ്ടത് ഇൻക്ലൂഡിങ് ക്യാരി 10001 എന്ന കണ്ടീഷനാണ്. ഇവിടെ നോക്കാം 10001 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 5 ഈക്വൽ ടു 17 എന്ന കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഇതാണ് ആഡർ ഫംഗ്ഷനിൽ വരുന്നത്. അടുത്ത സബ്ട്രാക്ടർ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. മോഡ് സ്വിച്ച് ഹൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിലാണ്, അതായത് 1011 മൈനസ് 0101 എന്ന കണ്ടീഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0110 എന്നുള്ളതാണ്. അപ്പോൾ ക്യാരി അവിടെ ഉണ്ട്, ആ ക്യാരി നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ കാണാം ക്യാരി ഉണ്ട് 0110. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് 11 മൈനസ് 5 ഈക്വൽ ടു 6 എന്ന കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. സബ്ട്രാക്ടറിന്റെ അടുത്ത കണ്ടീഷൻ ക്യാരി ഇല്ലാതെ വരുന്ന കണ്ടീഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാരി ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കാം. 0101 മൈനസ് 1001 എന്ന കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് സബ്ട്രാക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് ബോറോ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1100 എന്ന കണ്ടീഷനിൽ വരും. അപ്പോൾ ഈ 4 ബിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 5-9 എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ -4ന്റെ ആൻസർ അല്ല അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതേസമയം ഈ ബിറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് 21 എന്നാവും. 21 മൈനസ് 9 ഈക്വൽ ടു 12 എന്നാണ് അവിടെ വരുന്നത്. പക്ഷേ ഇത് IC 4 ബിറ്റ് ആഡർ സബ്ട്രാക്ടർ ആണ്. അപ്പോൾ 5 ബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ലോജിക്ക് നമുക്ക് ഈ ICയുടെ കണ്ടീഷനിൽ പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇതിൽ കിറ്റിൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നമ്മൾ മാനുവൽ കൺസിഡർ ചെയ്യേണ്ട കണ്ടീഷൻ ഇവിടെ ക്യാരി വരാതിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സബ്ട്രാക്ഷൻ ഇസ് പെർഫോം ഫ്രം എ സ്മോളർ നമ്പർ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഈ 5 സ്മോളറും 9 ഹയറും ആണ്. അപ്പോൾ അങ്ങനെയാണ് ബിറ്റ് അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ദെൻ കോംപ്ലിമെന്റ് ഓഫ് ദ റിസൾട്ട് ഇസ് ടേക്കൺ ആൻഡ് ആഡഡ് വിത്ത് 1. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ 1100ന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ട് അത് 0011 എന്ന് വരും. അങ്ങനെ വരുന്നതിനോട് ഒരു 1 ആഡ് ചെയ്യണം. 2's കോംപ്ലിമെന്റ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 0100 എന്ന് വരും. ഈ വരുന്ന നമ്പർ പറയുന്നുണ്ട് ദിസ് വിൽ ബി എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ -4 എന്നുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് 5-9 ആണ്. ആൻസർ കിട്ടുന്നത് -4 ആണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് 5-9 ഈക്വൽ ടു -4 എന്നുള്ള റിസൾട്ടിലേക്ക് നമ്മൾ കടക്കണം. ഇത് ട്രൂത്ത് ടേബിളിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇതാണ് കണ്ടീഷൻ കാണുന്നത്. അതായത് നമുക്ക് ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 0101 എന്ന കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷനിൽ 1001 എന്ന കണ്ടീഷനാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് ക്യാരി ഇല്ല, ബാക്കിയുള്ള ഡിജിറ്റിൽ 1100 എന്നുള്ള ശ്രദ്ധിക്കുക. ക്യാരി നോ ക്യാരിയാണ് 1100 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കിറ്റിൽ അവൈലബിൾ ആണ്. ബാക്കി നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ട്രെയിനറിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടുത്തെ എക്സാമ്പിൾ ഇതാണ് 0011 മൈനസ് 1110 എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോളർ നമ്പറാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ 3 - 14 എന്നാണ് പറയുന്നത്. ഇത് സ്മോളറും ഇത് ഹയറും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ശരിക്ക് നമുക്ക് 11 ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ബിറ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഇത് സബ്ട്രാക്ഷൻ കിട്ടും. ഇവിടെ ഇത് സബ്ട്രാക്ട് ചെയ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇതിലേക്ക് ഒരു ബോറോ എടുക്കേണ്ടതുണ്ട്. അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ക്യാരി തന്നെയാണ് ബോറോ ആയിട്ടും കൂടെ ട്രീറ്റ് ചെയ്യുന്നത്. അതോടുകൂടി ക്യാരി 0 ആയിട്ട് മാറും. ഇവിടെ ഈ ബോറോ 10 ആവുന്നതോടുകൂടി ഇതിങ്ങോട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് 1ഉം
ഇത് 1 0 ആവും. ഇപ്പോൾ 1 0 മൈനസ് 1 എന്നുള്ളത് 1ഉം 1 മൈനസ് 1 എന്നുള്ളത് 0. ആ ഒരു ലോജിക്കലി ഈ ആൻസർ റെഡിയാണ്. ഇത് 5 ബിറ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 19 മൈനസ് 14 ഈക്വൽ ടു 5 എന്ന് പറയാം. പക്ഷേ ഇവിടെ 4 ബിറ്റിൻ്റെ ലിമിറ്റ് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് IC നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ 1 0 1 0 എന്ന് വരും, പ്ലസ് 1 ആഡ് ചെയ്താൽ 1 0 1 1 എന്ന് വരും. അപ്പോൾ ഇത് 11 ഈക്വലൻ്റ് ആണ്, ഇത് മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ 3 മൈനസ് 14 ഈക്വൽ ടു മൈനസ് 11 എന്നുള്ള കണ്ടീഷനിൽ അത് വരും. കിറ്റിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് 0 1 0 1 എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, 0 1 0 1. ഈ ഇൻപുട്ടിനനുസരിച്ചിട്ട് ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മളിത് മാനുവലി ഇത് ചെയ്തിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസ് എത്തിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ കണ്ട ട്രെയിനർ കിറ്റിലെ വർക്കിംഗ് ഈ സർക്യൂട്ട് പ്രകാരമുള്ള ഒരു വർക്കിംഗ് ആണ്. ഇത് പാർട്ടായിട്ട് കിട്ടിയതിന് ശേഷം ബാക്കി മാനുവലായിട്ട് ചെയ്യണം. ഇതിൻ്റെ അഡ്വാൻസ് സർക്യൂട്ടുകളിൽ മറ്റു വിധത്തിൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സർക്യൂട്ടാണ് ഇതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ A ഇൻപുട്ട് ഡയറക്റ്റ് ആയിട്ടും B ഇൻപുട്ട് XOR ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ മോഡ് സെലക്ഷൻ പോയിന്റ് OR ഗേറ്റുകൾ XOR ഗേറ്റുകളുടെ ഒരു പോയിന്റുകളിലേക്ക് കൊടുത്തത് കൂടാതെ ഇവിടെ പിൻ നമ്പർ 13ലേക്ക് ഒരു ആൻഡ് സർക്യൂട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ കൂടെ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടിന് മറ്റൊരു XOR സംവിധാനം കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിൻ നമ്പർ 14ൽ വരുന്ന ക്യാരി ഔട്ട് ഒരു നോട്ട് ആൻഡ് സർക്യൂട്ട്, അത് മോഡിൽ നിന്നൊരു ഇൻപുട്ട് കൂടെ സ്വീകരിച്ചിട്ടുള്ള സർക്യൂട്ട് കൂടെ ഇത് ചെയ്തിട്ട് നമ്മൾ ഇത് അടുത്ത സ്റ്റെപ്പ് കൂടി നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്യൂട്ടുകൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു സ്റ്റേജും കൂടെ നമുക്ക് നേരത്തെ പ്രാക്ടിക്കൽ ആയിട്ട് ഇത് അവൈലബിൾ ആവും. അതിൻ്റെ അടുത്ത സ്റ്റേജ് സിംഗിൾ ബിറ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു 7483 കൂടെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കണക്ഷനിൽ ഫസ്റ്റ് പാർട്ടിലെ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ ഇവിടെ A ഇൻപുട്ട് എല്ലാം ലോ ആക്കി നിർത്തിയിട്ടുണ്ട്, 0 ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അഡീഷണലായാലും സബ്ട്രാക്ഷനിലായാലും സെക്കൻഡ് A ഇതിനെയൊന്നും ബാധിക്കില്ല. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്ത ബിയിലേക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ 13th ആ മോഡ് സെലക്ഷനിലേക്ക് നേരത്തെ ഈ നോട്ട് ആൻഡ് കണക്ഷനിൽ നിന്ന് ഒരു ഇൻപുട്ട് കൂടി ഇവിടെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് കഴിയുമ്പം ഇത് ഫുള്ളി നമുക്ക് ഈ കിറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് പാരലൽ സബ്ട്രാക്ടറിൻ്റെ സർക്യൂട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് 7483യുടെ സർക്യൂട്ടുകളുടെ പ്രത്യേകത. 2 എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ കണ്ടത്, ആഡറും സബ്ട്രാക്ടറും ചെയ്യുന്നതായിട്ട് കണ്ടത്. ഓക്കെ, താങ്ക് യു.